കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് അജണ്ട തന്നെ നിശ്ചയിക്കുന്ന പാർട്ടിയായി ബി.ജെ.പി. മാറിയെന്ന ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി. പാലക്കാട് തങ്ങൾ വലിയ പ്രതീക്ഷയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദി ഗ്രൂപ്പുകളുമായി വി.കെ. ശ്രീകണ്ഠൻ കൂട്ടുകൂടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സഞ്ജിത്തിനെയും ശ്രീനിവാസനെയും കൊന്നവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. കോയമ്പത്തൂർ സ്ഫോടനമുൾപ്പെടെ നടത്തിയവരുടെ പിന്തുണ വേണ്ടെന്ന് പറയുന്നില്ല. ശ്രീകണ്ഠൻ പാലക്കാട് മൂന്നാമതാവും. CPM-ഉം ബി.ജെ.പിയും തമ്മിലാണ് പാലക്കാട് മത്സരമെന്നും അദ്ദേഹം പറഞ്ഞു. സഖാവ് ഇ.പി. ജയരാജൻ വരെ പറഞ്ഞു ബി.ജെ.പി. സ്ഥാനാർത്ഥികളെല്ലാം കൊള്ളാവുന്നതാണ് പറഞ്ഞു. നമ്മുടെ എതിരാളികളുടെ ഒരു പ്രശംസ കിട്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അതിലൊന്നാണ് നമ്മുടെ സി കൃഷ്ണകുമാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃഷ്ണകുമാറിനെതിരെ ഇവിടെ കാണുന്ന ഒരു ഭയാനകമായ, ഒരു സങ്കടകരമായ, പ്രതിഷേധാർഹമായ പ്രവണത എന്ന് പറയുന്നത് ഇവിടുത്തെ തീവ്രവാദി ഗ്രൂപ്പുകളുമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി സഞ്ചരിക്കും. ശ്രീനിവാസനെയും അതുപോലെ സഞ്ജിത്തിനെയും കൊലപ്പെടുത്തിയ കൊലയാളികളാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ. SDPIയുടെ പിന്തുണ കേരളത്തിൽ മുഴുവൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിനെ എല്ലാ സ്ഥാനാർത്ഥികളും UDFിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും സ്വാഗതം ചെയ്തു. കെ സുധാകരൻ്റെയൊക്കെ മുഖത്ത് വലിയ സന്തോഷമായിരുന്നു. ഉണ്ണിത്താനൊക്കെ വലിയ ആഹ്ലാദത്തിലായിരുന്നു. പക്ഷെ വലിയ ജനവികാരം ഉയർന്നു വന്നപ്പോൾ അവസാനം അവർ VD സതീശൻ UDFിൻ്റെ ഒരു തീരുമാനം എന്ന നിലയിൽ ഒരു പ്രതികരണം നടത്തി. SDPI വോട്ട് വേണ്ടണം എന്നുള്ള നിലയിലാണ് പ്രതികരിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ VD സതീശൻ എന്ന ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷണ ശൈലിയും കണ്ടാൽ അറിയാം. ഞങ്ങൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ രാജ്യദ്രോഹികളുടെ വോട്ട് വേണ്ട എന്ന് ധൈര്യത്തിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ PDP അതുപോലെ തന്നെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ, പ്രയോക്താക്കൾ. തെരഞ്ഞെടുപ്പിൽ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ CAA മാത്രമാണ് ഇടതുവലത് മുന്നണികൾ പറയുന്നത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇസ്ലാമിക ജിഹാദി തീവ്രവാദികളുടെ വോട്ടിനായി മത്സരിക്കുകയാണ്. കോൺഗ്രസ് SDPIയുടെ പിന്നാലെ പോകുമ്പോൾ CPM PDPയെ കൂട്ടുപിടിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.